ഫ്രണ്ട്സ്, വെൽക്കം ടു പാഡി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാഡി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പാഡിയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചൈനീസ് ഫുഡാണ്. ചൈനീസ് ഫുഡ്, ചിക്കൻ മഞ്ചൂരിയൻ. ചിക്കൻ മഞ്ചൂരിയനാണ് നമുക്ക് തയ്യാറാക്കാൻ പോകുന്നത്. ഇന്ന് ചിക്കൻ മഞ്ചൂരിയൻ വളരെ ഒരു ഫെമിലിയർ ഫുഡാണ്. എല്ലായിടത്തും കിട്ടുന്ന ഒരു സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫുഡാണ്. എല്ലാ റെസ്റ്റോറൻറ്റിലും സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫുഡാണ്. അത് നമ്മൾ കുറച്ച് ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണ അത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്, സ്റ്റീലിൻ്റെ. നമ്മളത് മാറ്റിയിട്ട് ഇന്ന് നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പരിചയപ്പെടാം. ഓക്കെ, സോ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 500 ഗ്രാമിൻ്റെ ബ്രസ്റ്റ് പീസാണ്, ബോൺലെസ്, കംപ്ലീറ്റ് ബോൺലെസ് ആണ്, ചിക്കൻ ബോൺലെസ്. പിന്നെ മല്ലിയില, വലിയ ഉള്ളി, പിന്നെ ഒരു 8 ഗാർലിക്കിൻ്റെ ചെറിയ ചെറിയ പീസ്, ക്യാരറ്റ്, പിന്നെ 3 കളറിലുള്ള ക്യാപ്സിക്കം. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗറാണ്, പിന്നെ കോൺഫ്ലവർ, പിന്നെ പെപ്പർ, ഉപ്പ്, 2 കോഴിമുട്ട. 2 കോഴിമുട്ട വെള്ള മാത്രം മതി, മഞ്ഞ വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് സോയ സോസ്, ഓയിസ്റ്റർ സോസ്, വൈറ്റ് വിനീഗർ, സൺഫ്ലവർ ഓയിൽ. പിന്നെ നമുക്ക് അവസാനമായിട്ട് വേണ്ടത് വെള്ളം ഏകദേശം ഒരു 1/2 ഗ്ലാസോളം മതിയാവും. പിന്നെ സൺഫ്ലവർ ഓയിൽ നമ്മൾ ആവശ്യത്തിന്, അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ വെൽക്കം. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ കട്ട് ചെയ്യാം. അപ്പോൾ രഞ്ജു കട്ട് ചെയ്യേ? ആ, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് നമ്മൾ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത്. സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തോ. അതുപോലെ തന്നെ അടുത്തത് മനോജ് ഉള്ളി കട്ടിയല്ലേ? ആ, വലിയ ഉള്ളി കട്ട് ചെയ്യുക. ഈ ഗാർലിക് വന്നിട്ട് ചെറിയ 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 പീസാക്കുക. ഹാഫ് ഉള്ളിയാണ് നമുക്കിന്ന് വേണ്ടത്, അതായത് 1/2 ഉള്ളി. ഇപ്പം നമ്മുടെ ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞു, ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞു, ക്യാപ്സിക്കം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ നമ്മുടെ കോൺഫ്ലവർ ആയിട്ട് മിക്സ് ചെയ്യണം. ചിക്കനിലേക്ക് നമ്മൾ 1/2 കിലോ ചിക്കനിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉപ്പിട്ടു. ഒരു നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടണം. ഒരു 1/2 സ്പൂൺ കൂടി ഇട്ടു. കോൺഫ്ലവർ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കോഴിമുട്ടയുടെ വെള്ള മാറ്റിയിട്ട് 2 കോഴിമുട്ടയുടെ വെള്ള നല്ലപോലെ ഒന്ന് ഒഴിക്കുക. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, സാധാരണ പുറത്ത് തന്നെ വെച്ചാൽ മതി. എല്ലാം പിടിക്കും വളരെ കിട്ടാം. അതെ, ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് എണ്ണ ചൂടാക്കാം. ഇത് സ്ലോ കുക്കിംഗ് ആണ്. ഈ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിൽ ഒഴിക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ
വെള്ളത്തിൽ അലിയിച്ച് മാറ്റി വയ്ക്കാം. നല്ലപോലെ ഇളക്കി വെള്ളത്തിൽ അലിയിച്ച് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതൊന്നും ഇങ്ങനെ ലൂസാക്കുകയാണ് കുറച്ചുകൂടെ നന്നായിരിക്കും. എല്ലാം ഒട്ടി ഒട്ടി നിൽക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടാം. ഏകദേശം ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കെടുക്കാം. ഇനി അങ്ങനെ ഇരിക്കട്ടെ. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി, മാക്സിമം ലോ ഫ്ലെയിമിൽ, അല്ലെങ്കിൽ ഒന്നിച്ചങ്ങോട്ട് കരിയും, ഉള്ളിൽ വേവില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസ് ഇപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ബ്രൗൺ കളറായി, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ഇടാം. രഞ്ജു ഓരോരോ പീസുകൾ ഇടാൻ തുടങ്ങിയോ. കേട്ടോ, ലാസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ നമ്മുടെ ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വളരെ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എണ്ണയിലാണ് അടുത്ത് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ മൺചട്ടി നമ്മൾ വെച്ചു. ഇനി നമ്മൾ ഈ എണ്ണ ഏകദേശം ഒരു 5 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു. ഒരു 5-6 സ്പൂണായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വലിയ ഉള്ളി ഇടാം. ഇതിന് ബ്രൗൺ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ക്വാർട്ടറായിട്ട് ഒരു ഹാഫ് വേവിന് താഴെ ഒരു 25% ഒന്ന് വഴന്ന് വന്നാൽ മതി. വലിയുള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഗാർലിക്, വെളുത്തുള്ളി. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ്. ക്യാരറ്റ് ഏകദേശം ഒന്നായതിനു ശേഷം ഒരു 1/2 സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂണാണ്. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കിയ കോൺഫ്ലവർ വെള്ളത്തിൽ ചാലിച്ചത് അത് നേരെ ഇതിലേക്ക് ഒഴിക്കാം. ഇനി അടുത്തതായിട്ട് പഞ്ചസാര 1/2 ടീസ്പൂൺ. നന്നായി ഇളക്കുക, അടി പിടിക്കണ്ട. ഇനി നമുക്ക് സോയ സോസ് 1 ടീസ്പൂൺ. ഇത് കൂടുതലാവാൻ പാടില്ല. ഓയിസ്റ്റർ സോസ് 1/2 ടീസ്പൂൺ. നല്ല തിക്കായിരിക്കും. പിന്നെ നമ്മുടെ വിനീഗർ, വൈറ്റ് വിനീഗർ 1/2 ടീസ്പൂൺ. ഏകദേശം സോസുകളൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ചിക്കൻ. നല്ലപോലെ ഇളക്കി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒഴിക്കേണ്ടത് 1/2 ഗ്ലാസ് വെള്ളമാണ്.
അപ്പോൾ ഏകദേശം നമ്മുടെ കോൺഫ്ലവറിൻ്റെ തിക്നെസ്സും ഗ്രേവിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇടേണ്ടത് ക്യാപ്സിക്കാണ്. ഇനി നല്ലപോലെ നടക്കിക്കണം. ക്യാപ്സിക്കം അര വേറെ പാടുള്ളൂ. കളർഫുള്ളായി. ഇതിൽ മുളക് പൊടി ഇല്ല, മല്ലിപ്പൊടി ഇല്ല, മഞ്ഞപ്പൊടി ഇല്ല, നമ്മുടെ നാട്ടിലെ ഗ്രീൻ ചില്ലി, വേറെ ഒന്നും സംഭവങ്ങളില്ലല്ലോ. അപ്പം നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ കുക്കായി കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് മല്ലിയില മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, ചൈനീസ് മഞ്ചൂരിയൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിൻ്റെ ടേസ്റ്റ് നോക്കൽ ചടങ്ങിലേക്കാണ് നമുക്ക് കിടക്കേണ്ടത്. അപ്പോൾ മനോജ് രഞ്ജു നമുക്ക് ടേസ്റ്റ് നോക്കാം. ഓക്കെ, പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിൻ്റെ ചൈനീസ് വിഭവം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാം. കുരുമുളകിന്റെ ഒരു നല്ലൊരു സോസുകളുടെ അപ്പൊ നമ്മൾ പാടിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ചൈനീസ് വിഭവമാണ് ഇപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓയിസ്റ്റർ സോസാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ സംഭവങ്ങളും ഉപ്പെല്ലാം നല്ല പിടിച്ച് നല്ല ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? കണ്ടാലും കഴിക്കാൻ തോന്നും. നല്ലൊരു ഡെക്കറേഷൻ. അതായത് ഇതിൽ മെയിൻലി ഹാഫ് ഫ്രൈ ആണ് എല്ലാ സാധനങ്ങളും. വെജിറ്റബിൾസ് കംപ്ലീറ്റ് ഹാഫ് ഫ്രൈയിലാണ് നിൽക്കുന്നത്. ചിക്കൻ മാത്രമേ നമ്മൾ ഒന്ന് ഡീപ് ഫ്രൈ ആക്കിയിട്ടുള്ളൂ. അപ്പം ഇനി ചപ്പാത്തിയുടെ കൂടെ കഴിച്ചു നോക്ക്, ആ ടേസ്റ്റ് ഒന്നും നമുക്കറിയാലോ. ഒരു കിടിലൻ ടേസ്റ്റ് തന്നെ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെയല്ല. അതെ, എല്ലാവരും വീട്ടിൽ വെജിറ്റബിൾ ഹാഫ് ബോയിൽഡ് ആണ്. അത് കറക്റ്റാണ്. കാരണം ഹാഫ് ബോയിൽ വെജിറ്റബിളാണ് കഴിക്കേണ്ടത്. അപ്പം അത് മസാല എല്ലാം മിക്സായി വന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറി തന്നെ. നന്നായിട്ടുണ്ട്. ഒരു വെറൈറ്റി കറിയാണ്. വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അടിച്ചു പൊട്ടിക്കും, ക്ലിക്ക് ചെയ്യും, എല്ലാം നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെയും ബൈ.